തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തം നാട്ടിൽ പോലും ദയനീയമായി പരാജയപ്പെട്ട CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് മനസ്സിൻ്റെ സമനില തെറ്റിയിരിക്കുകയാണെന്നും 45 വർഷത്തെ ഇടത് കുത്തക തകർത്തുകൊണ്ടാണ് മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് UDF പിടിച്ചെടുത്തതെന്നും കണ്ണൂർ കോർപ്പറേഷനിലെ UDF നേതാക്കൾ പറഞ്ഞു. മുണ്ടേരി പഞ്ചായത്തിൽ തുടർച്ചയായി സംവരണം വന്നതിനെക്കുറിച്ചും മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ അഴിമതികളെക്കുറിച്ചും മറുപടി പറയാതെ KK രാഗേഷ് ഒഴിഞ്ഞുമാറുകയാണ്. സ്വന്തം നാട്ടുകാരെ പറ്റി അറിയാത്ത KK രാഗേഷ് എങ്ങനെയാണ് ജില്ലയിൽ CPMനെ നയിക്കുക എന്ന ചോദ്യമാണ് ഉയരുന്നതെന്നും മുൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് തീരുമാനമെടുക്കുമ്പോൾ നറുക്കിട്ടിട്ടല്ല തീരുമാനമെടുത്തിട്ടുള്ളത്. അത് കേരളത്തിൽ അങ്ങനെ ചില പഞ്ചായത്തുകൾ ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണ്. പക്ഷെ അത് മുണ്ടേരി തന്നെ അങ്ങനെ വന്നു. അതിനാണ് രാഗേഷ് ഇടപെട്ടത്. രാഗേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന സ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് വന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സും പ്രവൃത്തിയും ഇപ്പോഴും അവിടെ തന്നെയാണ്. ആ നിലയുള്ള പ്രവർത്തനത്തിലാണ് അദ്ദേഹം മുണ്ടേരി ഗ്രാമപഞ്ചായത്തിനെ വീണ്ടും വനിതാ സംവരണ പഞ്ചായത്താക്കി മാറ്റിയത് എന്നത് ഞങ്ങൾ ഗൗരവപൂർവ്വം തന്നെയാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കും എന്ന് പറഞ്ഞാൽ നടപടിയെടുക്കട്ടെ. അദ്ദേഹം പറഞ്ഞിട്ടാണ് നടപടിയെടുക്കുന്നതെങ്കിൽ ആ നിലയിൽ നടപടിയെടുക്കട്ടെ. ഞങ്ങളത് നേരിടാൻ തയ്യാറാണ്. അപ്പോൾ അതിനും ഞങ്ങൾ പറഞ്ഞത് എന്താ, അത് മുണ്ടേരി ഗ്രാമപഞ്ചായത്തിൻ്റെ അണ്ടറിലുള്ള അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. CSR ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ നിർമ്മാണങ്ങളും ആ നിർമ്മാണത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അഴിമതിയെക്കുറിച്ചുമാണ് ഞങ്ങൾ പറഞ്ഞത്. ആ അഴിമതിക്ക് അത് വിപുലപ്പെടുത്താൻ വേണ്ടിയിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ അഴിമതിയെ മറച്ചു പിടിക്കാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പ്രവർത്തികളൊക്കെ ചെയ്തത് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ജില്ലാ പഞ്ചായത്താണ് എല്ലാം നിരീക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ നിർമ്മിച്ച ഓഡിറ്റോറിയത്തിനകത്ത് വരുന്ന വരുമാനം, ആ വരുമാനം എന്തുകൊണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് പോകുന്നില്ല? അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി അവിടെ പ്രവർത്തിക്കുന്നു. അദ്ദേഹം ഇന്നൊരു ജനപ്രതിനിധി പോലുമല്ല. അപ്പോൾ ജനപ്രതിനിധി പോലും അല്ലാത്ത ഒരാളിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് അവിടെയുള്ള ഓഡിറ്റോറിയത്തിലെ വരുമാനം ഉൾപ്പെടെ പോകുന്നു. അത് അവർ ചെലവഴിക്കുന്നു. ആ ചെലവഴിക്കുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് അവിടെയുള്ള പാർട്ടി സഖാക്കന്മാരെ തിരികെ കയറ്റുന്നു. ആ തിരികെ കയറ്റുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സഹോദരൻ്റെ ഭാര്യയുടെ അമ്മയെയും ഉൾപ്പെടെ അവിടെ നിയമിച്ചു എന്നതാണ് ഞങ്ങൾ പറഞ്ഞത്. അദ്ദേഹം അതിനൊന്നും മറുപടി പറഞ്ഞില്ല. ഇവിടെ കോർപ്പറേഷനകത്തായാലും മറ്റുള്ള സ്ഥലത്തായാലും CPM ഇത്തവണ നടത്തിയ രാഷ്ട്രീയ കച്ചവടം, ആ കച്ചവടം അദ്ദേഹം പല ഘട്ടത്തിലും പലതും മൂടി വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ചില സ്ഥലത്തുള്ള വോട്ടിൻ്റെ കണക്ക് വെച്ച് അദ്ദേഹം UDFനെ ആക്ഷേപിക്കുമ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള അദ്ദേഹം നടത്തിയ ഇടപാടുകളെക്കുറിച്ച് നമുക്ക് കൃത്യമായി ബോധ്യമുണ്ട്. ആ കണക്കുകൾ ഞങ്ങൾ കഴിഞ്ഞ തവണ അവതരിപ്പിച്ചതാണ്. ഇവിടെ CPM അവർ ജയിച്ചതും അവർ ശക്തമായിട്ട് രണ്ടാമതായി നിൽക്കുന്ന സ്ഥലത്തും വളരെ പിറകോട്ട് പോയിട്ട് വോട്ടുകൾ UDFൻ്റെ, കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് കൊക്കയംപാറയിൽ നടന്നത്. കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാളും ഏറ്റവും താഴ്ന്ന നിലയിൽ 2 തവണ വിജയിച്ച സ്ഥലമാണ് CPM. അപ്പോൾ 3-ാം സ്ഥാനത്തേക്കായെന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ ലഭിച്ചതിൻ്റെ പകുതി വോട്ട് മാത്രമാണ് ലഭിച്ചത്. തുളിച്ചേരിയിൽ 1028 വോട്ട് കഴിഞ്ഞ തവണയുണ്ട്. അവിടെയാണ് 567 വോട്ടായിട്ട് ചുരുങ്ങുന്നത്. വോട്ടെടുപ്പിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിരിക്കുന്ന സ്ഥലത്ത് മുമ്പ് 225 വോട്ട് വരെ കിട്ടിയ സ്ഥലത്ത് ഇപ്പോൾ 89 വോട്ട് മാത്രമാണ്. അത് ആലോചിച്ചാൽ മതി. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ BJPക്ക് വോട്ട് മറിച്ച് നൽകുന്ന സംവിധാനം അവിടെ ഉണ്ടായി. അറക്കൽ ഡിവിഷനിൽ കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാളും പകുതിയായിട്ട് LDFൻ്റെ വോട്ട് കുറഞ്ഞത് എങ്ങനെ? അതുപോലെ തന്നെ ഇവിടെയും കസാനക്കോട്ട ഡിവിഷനിലും ഒരു ശ്രമം നടത്തി. പക്ഷേ അവിടെ UDF ജയിച്ചു. അപ്പോൾ ജില്ലയിൽ വ്യാപകമായി ഈ രൂപത്തിൽ കോൺഗ്രസിനെ തകർക്കാൻ, UDFനെ തകർക്കാൻ അവർ ബോധപൂർവം തന്നെ ഇടപെട്ടിട്ടുണ്ട്. പിന്നെ നമുക്കൊക്കെ അറിയാം, അദ്ദേഹം പറഞ്ഞ സീറ്റ് കൂടുതൽ കിട്ടിയതിന് അദ്ദേഹം പറഞ്ഞ ന്യായം വാർഡ് വിഭജനം നടത്തിയത് അവർ നമുക്ക് അനുകൂലമായിട്ടാണ് എന്നാണ്. ഇടതുപക്ഷം നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ഇവിടുത്തെ സെക്രട്ടറി ആയാലും അഡീഷണൽ സെക്രട്ടറി ആയാലും ചുമതലപ്പെടുത്തിയ അഡീഷണൽ സെക്രട്ടറി ആയാലും പാർട്ടിയുടെ എല്ലാ നയരൂപീകരണങ്ങളിലും ഈ 5 വകുപ്പുകളും, അതായത് മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ടൗൺ പ്ലാനിങ്ങും എഞ്ചിനീയറിംഗും ഉൾപ്പെടെയുള്ള 5 വിഭാഗങ്ങളെ ചേർത്ത് ഒന്നിച്ചുകൊണ്ട് ഒരു വകുപ്പാക്കാൻ വേണ്ടി പാർട്ടി തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനം നടപ്പാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിലെ കമ്മിറ്റിയിലെ ഏറ്റവും പ്രമുഖനായ ആളാണ് ഈ ഇലക്ഷൻ നിയന്ത്രിച്ച വാർഡ് വിഭജനം ഉൾപ്പെടെ നടത്തിയ കണ്ണൂർ കോർപ്പറേഷനിലെ അഡീഷണൽ സെക്രട്ടറി. അദ്ദേഹമാണ് ഇതെല്ലാം ചെയ്തത്. അദ്ദേഹം ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വാർഡ് വിഭജനം നടത്തിയത് എന്നാണെങ്കിൽ
ജില്ലാ പഞ്ചായത്തിലെ ജയത്തെക്കുറിച്ച് എന്തിനാണ് അദ്ദേഹം വലിയ വായിൽ വിളിച്ചു പറയുന്നത്? ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ അവർ ജയിച്ചപ്പോൾ അവർക്ക് ഒരു സീറ്റ് അധികം കിട്ടിയെന്ന് പറയുമ്പോൾ അവിടെ വാർഡ് വിഭജനം നടത്തിയത് കൊണ്ടാണ് അങ്ങനെ കിട്ടിയത് എന്ന് അദ്ദേഹം സമ്മതിക്കാൻ തയ്യാറാകണം. അത് അദ്ദേഹം സമ്മതിക്കുന്നത് അത് അവരുടെ പ്രവർത്തനത്തിൻ്റെ മികവാണ്. പരാജയപ്പെടുമ്പോൾ വാർഡ് വിഭജനത്തിൻ്റെ പോരായ്മയാണ്. ഈ നിലയിൽ വ്യാഖ്യാനിച്ച് അണികളെ ഉൾപ്പെടെ ജനങ്ങളെ ഉൾപ്പെടെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ശ്രീ കെ രാഗേഷ് നടത്തുന്നത്. ഇപ്പോൾ ദൗർഭാഗ്യവശാൽ കെ രാഗേഷ് വോട്ട് ചെയ്ത ഒരു സ്ഥാനാർത്ഥിയും അവിടെ ജയിച്ചിട്ടില്ല. അവിടെ ഗ്രാമപഞ്ചായത്തിൽ എത്രയോ തവണ 46 വർഷമായിട്ട് അവർ ജയിക്കുന്ന ഡിവിഷനിൽ വാർഡിൽ CPM മാത്രം ജയിക്കുന്ന വാർഡിൽ അവിടെ മത്സരിച്ച് ജയിച്ചത് UDF ആണ്. അദ്ദേഹത്തിൻ്റെ ബ്ലോക്ക് ഡിവിഷൻ അവിടെ ഉറച്ച സീറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ജയിച്ചത് UDF ആണ്. അവിടെയുള്ള ജില്ലാ പഞ്ചായത്ത് അത് മയ്യൽ ഡിവിഷനാണ്, ആ ഡിവിഷൻ ജയിച്ചത് UDF ആണ്. ഇപ്പോഴും ജയം UDFന് ലഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാദം അത് വിചിത്രമായ വാദമാണ്. വാസ്തവത്തിൽ ആ പ്രദേശം അദ്ദേഹം ജീവിക്കുന്ന വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ സഹോദര തുല്യമെന്ന് ഒക്കെ വിശേഷിപ്പിക്കുന്ന ആ ആളുകളെ അവർ വർഗീയവാദിയായിട്ട് ചിത്രീകരിച്ചു എന്നുള്ളതാണ്. തികഞ്ഞ വർഗീയവാദികളാണ് അവിടെയുള്ള ആളുകൾ എന്ന് ആക്ഷേപിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. കാരണം അവിടെ എല്ലാ കാലത്തും ഐക്യത്തോടെ നിന്നു എന്ന് വെച്ചാൽ LDF ജയിച്ചു, LDF പരാജയപ്പെട്ടപ്പോൾ അത് വർഗീയ ചിന്താഗതി കൊണ്ടാണ് അവർ പരാജയപ്പെട്ടതെന്നും UDF ജയിച്ചത് എന്ന് പറയുന്നത് ആ പ്രദേശത്തെ മതനിരപേക്ഷ വിശ്വാസികളായിട്ടുള്ള അവിടുത്തെ ആളുകൾ അവിടെ ബോധപൂർവം ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതിന് അദ്ദേഹം മാപ്പ് പറയണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ആ പ്രദേശത്തെ ജനങ്ങളോട് മാപ്പ് പറയണം. ഇത്രയും കാലം അദ്ദേഹത്തോടൊപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ജയിപ്പിച്ച ആളുകളാണ്. അവർ ഭൂരിപക്ഷ പ്രദേശമാണ്, ഇസ്ലാം മത വിശ്വാസികൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് എന്നൊക്കെ ഇപ്പം പറയുമ്പോൾ കഴിഞ്ഞ കാലത്ത് അദ്ദേഹം കുറ്റം കൊള്ളത് ഇവരൊക്കെ നമുക്ക് അനുകൂലമായി ചിന്തിക്കുന്നു. മാറി ചിന്തിക്കുമ്പോൾ അവർ വർഗീയവാദിയായി ചിത്രീകരിക്കുന്ന ഏറ്റവും തരംതാണ രാഷ്ട്രീയ നിലപാടാണ് ശ്രീ കെ രാഗേഷ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് റസീന അവരുടെ വോട്ട് ഒരു അസാധുവായപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അതിനുശേഷം CPMൻ്റെ വോട്ടാണ് അസാധുവായത്. അതിനും CPMൻ്റെ പറ്റിയിട്ട് ഏറ്റവും വലിയ ആഘാതം തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കാനും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താനും തയ്യാറാകുന്നതിന് പകരം ജനങ്ങളെ ആക്ഷേപിക്കുക, വർഗീയവാദികളായി ചിത്രീകരിക്കുക, ജനങ്ങളുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുക, ഈ സമീപനമാണ് ശ്രീ കെ രാഗേഷ് സ്വീകരിക്കുന്നത്. അത് ജനങ്ങൾ തിരിച്ചറിയണം. ഏതായാലും അവിടെ പരാജയപ്പെട്ടെങ്കിൽ വലിയ വോട്ടിന് ജയിക്കുന്ന വർഷങ്ങളായിട്ട് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന സീറ്റ് തോക്കുകയും തൊട്ടപ്പുറത്ത് 500-ലധികം വോട്ടിന് ജയിക്കുന്ന സീറ്റാണ് CPM. അതിനോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ടുള്ള നിർമ്മാണങ്ങൾ എവിടെയൊക്കെ നടന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ട്. ഈ നിർമ്മാണം സ്കൂളിൽ നടക്കുമ്പോൾ അതിന് ജനവിധി അംഗീകരിക്കാൻ കെ രാഗേഷ് തയ്യാറാകണം. ജില്ലയിൽ LDFന് തകർപ്പൻ പരാജയമുണ്ടായിട്ടും ഞങ്ങളാണ് മുന്നിൽ എന്ന് പറഞ്ഞു നടക്കുന്ന CPM ജില്ലാ സെക്രട്ടറിയെപ്പറ്റി സഹതാപമാണുള്ളതെന്നും TO മോഹനൻ പറഞ്ഞു. MP മുഹമ്മദ് അലി, MK മോഹനൻ, കായക്കൽ രാഹുൽ, ലക്ഷ്മണൻ തുണ്ടിക്കോത്ത്, ഫാറൂഖ് വട്ടപ്പൊയിൽ, PC അഹമ്മദ് കുട്ടി, ഊക്കിരി രാജേഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972761303.